അപ്പു, ചെന്ന് വാതിൽ തുറക്ക് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇവനെ ഉണർത്താം. സീറ്റിൽ ചാരിയിരുന്ന് മയങ്ങിപ്പോയവനെ ഒന്ന് നോക്കിയിട്ട് അമൽ പറഞ്ഞു. കാശേട്ടന് കാല് വേദനിക്കുണ്ടാവും, പതിയെ പുറത്തേക്ക് ഇറക്കണേ അമലേട്ടാ. പിന്നിലെ ഡോർ തുറന്ന് ഇറങ്ങുമ്പോൾ ഒരുത്തി സങ്കടത്തിൽ കാശിയെ ഒന്ന് നോക്കിയിട്ട് അമലിനോട് പറഞ്ഞു. ആ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പു, ചെന്ന് വാതിൽ തുറക്ക്. അമൽ വീണ്ടും പറഞ്ഞതും തലകുലുക്കിക്കൊണ്ട് അവൾ വാതിൽ തുറക്കാനായി പോയി. കാശി, നീ ഉറങ്ങുമല്ല എന്നൊക്കെ എനിക്കറിയാം. കാലിന്റെ വേദനയുമല്ല, ആ വീട്ടിൽ നടന്ന എന്തോ കാര്യമാണ് നിന്റെ ഈ വാട്ടത്തിന് കാരണം. എന്താടാ നിന്റെ പ്രശ്നം, തുറന്നു പറയൂ. കാശിയുടെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അമൽ ചോദിച്ചു. ഒന്നുമില്ലടാ, കാലിന് ചെറിയൊരു വേദനയുണ്ട്, അല്ലാതെ ഒന്നുമില്ല. കണ്ണൊന്ന് തിരുമ്മി മുഖം അമർത്തി തുടച്ചുകൊണ്ട് അമലിനെ നോക്കാതെ കാശി പറഞ്ഞു. നീ ഇങ്ങനെ പറഞ്ഞാലുടൻ ഞാൻ അങ്ങ് വിശ്വസിക്കുമല്ലേ? എടാ, നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല ഞാൻ. അതോർത്ത് വേണം എന്നോട് ഓരോന്ന് പറയാൻ. ഇന്നിപ്പോ നീ ഒന്നും പറയണ്ട, നാളെ ഞാൻ വരും. അപ്പോൾ കാര്യം എന്താണെന്ന് എന്നോട് വിശദമായിട്ട് പറയണം, കേട്ടല്ലോ. അവനെ മെല്ലെ പിടിച്ചു പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് അമൽ പറഞ്ഞു. കാശി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന് ആരെയും കാണാതെ ആരെയും കേൾക്കാതെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. കാശി, അവന്റെ മുഖത്തെ ആ വിഷമം കാണി അമൽ വിളിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ഓക്കെയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണം, പക്ഷെ അത് നീ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഇപ്പൊ കുറച്ചു നേരം എനിക്ക് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. മുഖം ഒന്നുകൂടെ അമർത്തി തുടച്ചുകൊണ്ട് മെല്ലെ വീടിനകത്തേക്ക് നടക്കുമ്പോൾ കാശി പറഞ്ഞു. അയ്യോ, കുളിച്ചു വന്ന ഉടനെ കിടന്നോ കാശിയേട്ടാ? ഇത്തിരി കട്ടൻ കുടിച്ചിട്ട് കിടന്നാൽ പോരായിരുന്നോ? രാത്രിയിലേക്ക് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. കട്ടൻ ഒഴിച്ചെടുത്തുകൊണ്ട് വന്ന ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് അവന്റെ അരികിൽ ബെഡിലേക്ക് ഇരുന്ന് നെറ്റിയിൽ തലോടിക്കൊണ്ട് അപ്പു ചോദിച്ചു. ശല്യം ചെയ്യാതെ പുറത്തെവിടെയെങ്കിലും പോയിരിക്കും അപ്പു. ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ പ്ലീസ്. നെറ്റിയിൽ തലോടുന്ന അവളുടെ കൈ തട്ടി മാറ്റി കണ്ണുകൾ തുറക്കാതെ കാശി പറഞ്ഞു. ആ വാക്കുകളിൽ അപ്പു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. കണ്ണുകൾ തുറക്കാതെ കിടക്കുന്നവന്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചവൾ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കാശി ഒരു സ്വപ്നത്തിലായിരുന്നു. അരുന്ധതിക്കൊപ്പമുള്ള സുന്ദരമായ സ്വപ്നത്തിൽ. അമ്മ മടിയിൽ കിടത്തി തലയിൽ തലോടി കഥകൾ പറഞ്ഞ് ഉറക്കണമെന്ന് കൊതിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ചൂടാറാതെ പറയുന്ന മകനെ ചിരിയോടെ കേൾക്കുന്ന, ഇഷ്ടപ്പെട്ട പലഹാരവും ചായയും ഒക്കെ സ്നേഹത്തോടെ കഴിപ്പിക്കുന്ന, ചെറിയൊരു പനിച്ചൂടിൽ അമ്മയുടെ മാറിൽ ഒതുങ്ങാൻ കൊതിക്കുന്ന, ആ തലോടലേറ്റ് ഒന്നിനെയും പേടിക്കാതെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കാശിയുടെ സ്വപ്നങ്ങളിലായിരുന്നു അവനപ്പോൾ. വലിയൊരു ഇടിയോടെ മിന്നൽ പിണർ ഭൂമിയിലേക്ക് പതിച്ച ഒച്ചയിലും പകൽ പോലെയുള്ള വെളിച്ചത്തിലും കാശി ഞെട്ടി ഉണർന്നു. ആദ്യം എവിടെയാണെന്ന് മനസ്സിലായില്ല അവന്. അപ്പൂസേ. ചുറ്റിനും പടർന്ന ഇരുട്ടിൽ ബെഡിൽ തപ്പിക്കൊണ്ട് കാശി വിളിച്ചു. ഒരനക്കവും കേൾക്കാത്തതും കൈ എത്തിച്ച് ലൈറ്റ് ഓണാക്കി ഫോൺ എടുത്ത് സമയം നോക്കി. 2 മണിയായോ ഈശ്വര. അപ്പു എവിടെ പോയി? ബാത്റൂമിലാണോ? ആലോചനയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ബാത്റൂമിന്റെ ഡോറിലേക്ക് നോക്കി കാശി. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന 6 തണുത്ത കട്ടൻ ചായ കണ്ടതും ഇന്നലെ മനോജിന്റെ വീട്ടിൽ പോയതും അവിടെ ആ സ്ത്രീയെ കണ്ടതും തിരികെ വന്നതും അപ്പുവിനോട് സംസാരിച്ചതുമൊക്കെ ഓർമ്മ വന്നത്. അവൻ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ബാത്റൂമിന്റെ ഡോർ തുറന്നു നോക്കി. അവിടെ ഇല്ലെന്ന് കാണെ ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇരുട്ട് മൂടിക്കിടന്ന ഹാളിൽ അവൾ ഉണ്ടോ എന്ന് കാണാൻ കഴിയുന്നില്ലായിരുന്നു. പുറത്താണെങ്കിൽ തകർപ്പൻ മഴയും തുടങ്ങിയിരുന്നു. അപ്പോ, കാശി വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ട് ലൈറ്റ് ഓണാക്കി. അപ്പോ, മോളെ. ഹാളിലെ സെറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പെണ്ണിന്റെ അരികിലിരുന്ന് കാശി തട്ടി വിളിച്ചു. അപ്പോ, അപ്പൂട്ടാ. കണ്ണീർ ഉണങ്ങി പാട് തീർത്ത് അവളുടെ കവിളിൽ മൃദുവായി തട്ടി വിളിച്ചുകൊണ്ട് അവൻ. അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണ് ചിമ്മി തുറന്നു. അപ്പോ, എന്താടാ ഇവിടെ വന്ന് കിടന്നേ? ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പോ ഇടിവെട്ടിയപ്പോൾ ആണ് ഉണർന്നത്. കാശി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ കാശിയേട്ടന് ശല്യമാവണ്ടാന്ന് ഓർത്താണ് ഇവിടെ കിടന്നത്. അറിയാതെ ഉറങ്ങിപ്പോയി. നിറഞ്ഞു വരുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടും അവൻ കാണാതിരിക്കാൻ മുഖം കുനിച്ചിരുന്ന് അപ്പു പറഞ്ഞു. കാശിയേട്ടന്റെ അപ്പൂസേ. അപ്പൂട്ടാ, ഇവിടെ നോക്കടാ. ഞാൻ എന്തോ ടെൻഷനിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അത് ഓർത്തിരിക്കുവാണോ എന്റെ കുഞ്ഞ്? അവളുടെ മുഖം പിടിച്ചുയർത്തി ആ മുഖത്ത് ആകെ മുത്തിക്കൊണ്ട് അവൻ തിരക്കി. എന്റെ കൈ തട്ടി മാറ്റിയില്ലേ? ശല്യം ചെയ്യാതെ മാറിപ്പോകാൻ പറഞ്ഞില്ലേ? ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ആ വീട്ടിൽ പോയപ്പോൾ സന്തോഷമായിരുന്നു കാശിയേട്ടന്. പക്ഷേ തിരികെ വന്നപ്പോൾ സങ്കടമായിരുന്നു. എന്ത് കാര്യമായാലും പരസ്പരം തുറന്നു പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോ കാശിയേട്ടൻ ഒളിപ്പിക്കുന്നുവെങ്കിൽ എന്നെ വേണ്ടാതെ ആയോണ്ടല്ലേ? വിതുമ്പി വിറയ്ക്കുന്ന ചുണ്ടുകളോടെ എണ്ണി എണ്ണി അപ്പു ചോദിച്ച നിമിഷം കാശി ആ ചുണ്ടുകൾ അതിന്റെ ഇണയെ ചേർത്ത് വെച്ചിരുന്നു. കാശിയേട്ടന്റെ അപ്പൂട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ. നിന്നെ വേണ്ടാതെയായാൽ പിന്നെ കാശിദേവ് ഇല്ല അപ്പൂ. അവളുടെ ചുവന്നു തൊടുത്തുപോയ ചുണ്ടുകളിലെ നനവ് തുടച്ചു കൊടുത്തിട്ട് നിറമിഴിയോടെ കാശി പറഞ്ഞു. എനിക്കറിയാം കാശിയേട്ടൻ അപ്പുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. പക്ഷേ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടമായി. അവന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന് പെണ്ണ് പറയുമ്പോൾ അവൻ കൂടുതൽ മുറുക്കത്തോടെ അവളെ തന്നിലേക്ക് അമർത്തി ചേർത്തു.
അപ്പോ ആ സെറ്റിലേക്ക് മലർന്നു കിടന്ന് അവളെ നെഞ്ചിലെടുത്ത് കിടത്തിക്കൊണ്ട് കാശി വിളിച്ചു. ഉം അവന്റെ നെഞ്ചിൽ താടി മുട്ടിച്ചു കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ. ഇന്നലെ അവിടെ കണ്ട ആ സ്ത്രീയില്ലേ, മനോജിന്റെ ആന്റി, അവരെ അപ്പു ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? കാശി അവളെ കുറച്ചുകൂടെ ഉയർത്തിയെടുത്ത് മുഖത്തിന് നേരെ കൊണ്ടുവന്ന് ചോദിച്ചു. ചാന്ദിനി ആന്റിയല്ലേ? ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ കാശിയേട്ടാ, ഏട്ടൻ അവരെ അറിയോ? കണ്ടിട്ടുണ്ടോ? അപ്പു അവന്റെ കവിളിൽ മൃദുവായി തലോടിക്കൊണ്ട് ആകാംക്ഷയോടെ തിരക്കി. അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പു. നമ്മുടെ അച്ചമ്മയുടെ കയ്യിൽ എന്റെ അച്ഛന്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോയിൽ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുകൾ അടച്ചു കിടന്ന് കാശി പറഞ്ഞു. വല്യമ്മാവന്റെ കൂടെയോ? അപ്പു എടുത്തു ചോദിച്ചു. കാശി നേർമയായി ഒന്ന് മൂളി. ഏ അപ്പോ അപ്പോ അത് ആരാ? എന്റെ കാശിയേട്ടന്റെ അമ്മയാണോ? കാണാതെ പോയ അരുന്ധതി അമ്മായി? ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്ന് ഊർന്നിറങ്ങി സെറ്റിയുടെ താഴെ നിലത്തേക്കിരുന്ന് അപ്പു ചോദിച്ചു. അവൻ ദുർബലമായി മൂളി. കണ്ണിൽ നിന്ന് നീര് ഒഴുകിയിറങ്ങി. കരയില്ലേ കാശിയേട്ടാ, അത് അമ്മായി ആവില്ല. ആണെങ്കിൽ അമ്മാവനെ പോലെ ഇരിക്കുന്ന ഏട്ടനെ അമ്മാവി തിരിച്ചറിയില്ലേ? ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അവന്റെ കണ്ണും മുഖവുമൊക്കെ തുടച്ചു കൊടുത്തിട്ട് അപ്പു പറഞ്ഞു. ഇല്ല ഇല്ല അപ്പോ, എനിക്ക് ഉറപ്പാണ് അതെന്റെ അമ്മ തന്നെയാണ്. ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ പോയി. പോകുന്നുണ്ട് ഞാൻ. എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്ന് എനിക്ക് അറിയണം. സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ലാത്ത അനാഥയായ അരുന്ധതി നമ്പ്യാർക്ക് ശിവദാസൻ എങ്ങനെ സഹോദരിയായെന്ന് എനിക്ക് അറിയണം. പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ട് കാശി പറഞ്ഞു. കാശിയേട്ടാ, ഏട്ടന് അത് അമ്മായിയാണെന്ന് ഉറപ്പാണെങ്കിൽ അമ്മമ്മയുടെ കയ്യിൽ ഫോട്ടോ ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കത് മനുചേട്ടനെ കാണിച്ച് കാര്യങ്ങൾ ചോദിക്കാം. അല്ലാതെ ഓടിപ്പോയി അവരോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. അപ്പു ആലോചനയോടെ പറഞ്ഞു. അമലിനോട് ഞാനൊന്നും പറഞ്ഞില്ല, അവനോടും കൂടെ പറയണം. എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. അവളെ വീണ്ടും പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി നെറ്റിയിൽ മുത്തിക്കൊണ്ട് കാശി പറഞ്ഞു. അവരുടെ വീട്ടിലേക്ക് പോകണ്ട കാശിയേട്ടാ, പുറത്തെവിടെയും വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതി ആ ചേട്ടനോട്. അവന്റെ കൈക്കുള്ളിൽ പതുങ്ങിക്കിടന്ന് അപ്പു പറഞ്ഞു. അതങ്ങനെയുള്ളൂ. കാശി സമ്മതിച്ചു. എല്ലാം ശരിയാകും. അത് അമ്മായിയാണെങ്കിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് കാശിയേട്ടാ, അത് ഉറപ്പാണ്. അപ്പു അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. എന്ത് ചതി? നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം എന്ത് ചതിയാണ് അപ്പു നടന്നത്? കാശി രോഷത്തോടെ തിരക്കി. അതെനിക്ക് അറിയില്ല. എന്താണ് നടന്നതെന്ന് അമ്മായി തന്നെ പറയട്ടെ. ആര് ചതിച്ചതാണെങ്കിലും അമ്മയും അച്ഛനും ജീവിച്ചിരുന്നിട്ടും അനാഥനെ പോലെ അല്ലേ അപ്പു ഞാൻ ഈ പ്രായം വരെ ജീവിച്ചത്? നിന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ആരോരുമില്ലാതെ ഈ വീട്ടിൽ തനിച്ചു. കാശി വിങ്ങലോടെ ഒന്ന് നിർത്തി. അപ്പു അവനെ ചുറ്റിപ്പിടിച്ചു. നിനക്കറിയില്ല അപ്പു ഞാൻ അനുഭവിച്ചതൊന്നും. എനിക്ക് ഓർമ്മ ഉറച്ച കാലം തൊട്ട് ആ സ്ത്രീ ഹേമ അവരെന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നോ. ദേഹം നോവിച്ചിട്ടില്ല. അത് ചിലപ്പോൾ അച്ഛനെ പേടിച്ചിട്ടാവും. അന്ന് ആള് നല്ല ബലവാനല്ലേ? അധികാരവും ആളുടെ കയ്യിലായിരുന്നില്ലേ? അതൊക്കെ കൊണ്ടാവും. പക്ഷേ കഴിക്കുന്ന ആഹാരത്തിൽ തുടങ്ങി ഡ്രസ്സിൽ, ബാഗിൽ, ബുക്സിൽ, പഠിക്കുന്ന സ്കൂൾ വരെ വേർതിരിവ് കാണിച്ചിട്ടുണ്ട് ആ സ്ത്രീ. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ആകെ മകനായി ആദിയെ മാത്രമേ കണ്ണിൽ പിടിക്കൂ. ഞാൻ നോക്കി നിൽക്കെ അവന് ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കും, കഴിപ്പിക്കും, എടുത്തുകൊണ്ട് നടക്കും, ഉമ്മ വയ്ക്കും, കൊഞ്ചിക്കും. അസുഖം വന്നാൽ ഉറക്കമില്ലാതെ കാവലിരിക്കും. അതുപോലെ സ്കൂളിൽ കൊണ്ടുപോയി വിടും, വിളിച്ചുകൊണ്ടുവരും. ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോയ അമ്മ എന്ന സ്ത്രീയെ ഞാൻ എന്തോരം വെറുത്തുപോയിട്ടുണ്ടെന്ന് അറിയോ? അന്ന് എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചത് അച്ചച്ചനും അമ്മയും വൈദൂപ്പയുമായിരുന്നു. ഒടുവിൽ തൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയപ്പോൾ അച്ചച്ചൻ എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കിയത്. അവിടെ പോയപ്പോഴാണ് ഞാൻ തീർത്തും ഒറ്റയ്ക്കായത്. ഒന്ന് പനിച്ചു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട വർഷങ്ങൾ. പിന്നെ ഞാൻ എല്ലാവരിൽ നിന്നും മനഃപൂർവ്വം അകന്നു. ആരുടെയും സ്നേഹമോ കരുതലോ കാശിക്ക് ഭിക്ഷയായി വേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ജോബായിട്ട് പോലും ഞാൻ തറവാട്ടിലേക്ക് വരാതെ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചത്. ഒരിക്കലും ഒരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പു. നിന്നെ കൂടെ കൂട്ടിക്കൊള്ളാം എന്ന് അച്ചച്ചന് വാക്ക് കൊടുക്കുമ്പോൾ പോലും ഒരുമിച്ച് ഒരു ജീവിതം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ നീയില്ലാതെ ഒരു നിമിഷം ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലും എനിക്ക് ശ്വാസം മുട്ടും. അത്രയ്ക്ക് ഭ്രാന്താണ് കാശിക്ക് ഈ കുഞ്ഞിപ്പെണ്ണ്. കാശി പറഞ്ഞു നിർത്തുമ്പോൾ സങ്കടം അടക്കി പിടിച്ച് അപ്പു അവനെ ചുറ്റിവരിഞ്ഞ് കവിളിൽ മുത്തി. ഇപ്പം ഞാൻ ഉണ്ടല്ലോ എൻ്റെ കാശിയേട്ടന്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. ഇനി ചോറ് വാരിത്തന്ന് കഴിപ്പിക്കാനും കൊഞ്ചിക്കാനും അന്ന് പനി വന്നപ്പോൾ കൂട്ടിരുന്ന പോലെ കൂട്ടിരിക്കാനും ഒക്കെ അപ്പു ഉണ്ടല്ലോ. അതുപോരെ കാശിമോന്? അവൻ്റെ താടിയിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അപ്പു പറഞ്ഞു. മതി, നീ കൂടെ ഉണ്ടെങ്കിൽ അത് മതി കാശിക്ക്. പിണക്കമുണ്ടോ അപ്പോ നിനക്ക് കാശിയേട്ടനോട്? അവളെ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് മുഖമാകെ ഉമ്മൊഴിച്ചുകൊണ്ട് കാശി തിരക്കി. എന്തിനാ ദേഷ്യം? അപ്പോ കണ്ണുകൾ വിളർത്തി അവനോട് തിരക്കി. ഇന്നലെ എൻ്റെ അപ്പൂസിൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു. തലേന്ന് പറഞ്ഞതോർത്ത് എടുത്തു വേദനയോടെ കാശി പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല കാശിയേട്ടാ. പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടമായി. പക്ഷേ കാശിയേട്ടന് സങ്കടത്തിലായിരുന്നില്ലേ?
ഈ കാര്യമൊക്കെ അപ്പോൾ തുറന്നു പറഞ്ഞ് സങ്കടം മാറ്റുന്നതിനു പകരം സ്വയം വേദനിച്ചു. എന്നെയും വേദനിപ്പിച്ചു. അതിനൊക്കെ അപ്പു ശിക്ഷ തരുന്നുണ്ട് കാശിമോന് ഞാൻ. അപ്പു അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ആ ഡി നോവിക്കുന്നോടി ചോദിച്ചുകൊണ്ട് അപ്പുവിനെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി ഒന്ന് മറിഞ്ഞു അവളെ തനിക്കടിയിലാക്കി കാശി. അപ്പുവിൻ്റെ ആ അടക്കി പിടിച്ച ചെവി കൊതിയോടെ കവർന്നെടുത്തു കാശി. നീ പറഞ്ഞതൊക്കെ ശരിയാണ് കാശി. ആ ഫോട്ടോ കൂടെ കാണിച്ചാൽ മനോജ് കാര്യങ്ങൾ കുറേ കൂടെ പെട്ടെന്ന് പറയും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വായനശാലയിൽ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു അമൽ അഭിപ്രായപ്പെട്ടു. എൻ്റെ അപ്പൂട്ടൻ്റെ ബുദ്ധിയാണിടാ ഈ ഫോട്ടോ കയ്യിലിരിക്കട്ടെ എന്നത് അപ്പുവിനെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു കാശി. ആ കുഞ്ഞുപെണ്ണിന് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോടാ? ചിരിയോടെ അമൽ കാശിയുടെ തോളിലൊന്ന് തട്ടി. പിന്നെ അല്ലേ, നീ എന്താ കരുതിയത് എൻ്റെ കൊച്ചിനെക്കുറിച്ച്? ഞാനെന്നാൽ ജീവനാണടാ അവൾക്ക്. നെഞ്ചിൽ നുരയുന്ന പ്രണയത്തോടെ കാശി മെല്ലെ പറഞ്ഞു. അവൾക്ക് മാത്രമല്ല, നിനക്കും അവളെന്നാൽ പ്രാണനാണെന്ന് പറയടാ, സ്നേഹത്തോടെ അമൽ പറഞ്ഞു. അമൽ പറയുന്നത് കേൾക്കെ കാശി പതിഞ്ഞൊന്ന് ചിരിച്ചു. മനോജിനെ വിളിക്കണ്ടേ കാശി? വിളിക്കണം. തൽക്കാലം കാര്യം പറയണ്ട, ഒരു അത്യാവശ്യ കാര്യം എന്നേ പറയൂ. ബാക്കിയൊക്കെ നേരിൽ കണ്ട് ചോദിക്കേണ്ടതാണ്, കാശി ആലോചനയോടെ പറഞ്ഞു. അത് നിന്റെ അമ്മയാണ് എങ്കിൽ അപ്പു പറഞ്ഞതുപോലെ എന്തേലും ചതി നടന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് വേണ്ടി ആ കോമയുടെ തന്തയാവും ചെയ്തത്. കൂടെ ആ സുരേന്ദ്രനും കാണും. എന്തായാലും ആദ്യം നമുക്ക് മനോജിനോട് കാര്യങ്ങൾ പറയാം. പിന്നീട് അയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. എന്തായാലും നീ അയാളെ വിളിച്ച് നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവൻ പറയുന്നത് കേട്ട് ഫോൺ എടുത്ത് മനോജിനെ വിളിക്കാൻ പുറത്തേക്കിറങ്ങിയ കാശിയെ നോക്കി പേപ്പർ എടുത്ത് നിവർത്തി അമൽ. എന്തു പറഞ്ഞടാ? സംസാരം കഴിഞ്ഞോ? ഫോൺ കട്ട് ചെയ്തു കയറി വന്നവനോട് അമൽ തിരക്കി. എന്താണ് എന്ന് പോലും ചോദിക്കാതെ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. നമ്മുടെ ആൽത്തറയിൽ വെച്ച് കാണാമെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞുകൊണ്ട് കാശി അവൻ്റെ അരികിലിരുന്നു. നീ ഇന്ന് തന്നെ പോയി ആ ഫോട്ടോ ഇങ്ങ് എടുത്തുകൊണ്ട് വരണം. പോകാമെടാ. അന്ന് ഞാൻ അച്ചമ്മയുടെ കയ്യിൽ കണ്ട ആ ബാഗ് ഈ ഇടയ്ക്കും പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ആ പത്തായപ്പുരയിൽ കണ്ടു. ബാഗ് കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ കാശി? ആ ഫോട്ടോ അതിലുണ്ടോയെന്ന് അറിയണ്ടേ? ഫോട്ടോ അതിലുണ്ടാവില്ലേ അമലേ? കാശി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഉണ്ടാവും, അല്ലാതെ അതൊക്കെ ആരെടുത്ത് കളയാൻ? അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെടാ, നേരെ തറവാട്ടിലേക്ക് പോവാണ്. ആ ബാഗ് തപ്പിയെടുത്ത് ഫോട്ടോ അതിലുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. എൻ്റെ അപ്പു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ ഫോട്ടോ അവിടെ ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥന നെഞ്ചിനുള്ളിൽ നിറച്ചുകൊണ്ട് കാശി പറഞ്ഞു. എന്നാ പോയിട്ട് വാടാ. ഫോട്ടോ കിട്ടിയാൽ ഒന്ന് വിളിച്ചു പറയണേ കാശി. അവനൊപ്പം തന്നെ വീട്ടിലേക്ക് പോകാൻ എഴുന്നേറ്റ് അമൽ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. ഫോട്ടോ കിട്ടിയില്ലേ കാശിയേട്ടാ? തറവാട്ടിൽ പോയിട്ട് വാടിയ മുഖത്തോടെ കയറി വന്നവനെ കണ്ട് അവൻ്റെ അരികിൽ ഓടിയെത്തി അപ്പു തിരക്കി. കിട്ടി, നിറമൊഴി ഒളിപ്പിച്ചു കാശി പറഞ്ഞു. എവിടെ? അപ്പു അവന് നേരെ കൈനീട്ടി. കാശി ഇടുപ്പിൽ തിരികെ വെച്ചിരുന്ന ചില്ലുടഞ്ഞ പോയ പഴയ ഒരു ഫോട്ടോ വലിച്ചെടുത്തുകൊണ്ട് അപ്പുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ വിറയ്ക്കുന്ന കയ്യാലെ അത് വാങ്ങി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു അത്. വല്യമ്മാവനും ഇന്നലെ അവിടെ കണ്ട ശാന്തിനി ആൻറ്റിയും പിന്നെ അപ്പൂപ്പനും അമ്മമ്മയും. ആൻറ്റി കുഞ്ഞു കാശിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നൂലുകെട്ട് ചടങ്ങിന് എടുത്തതാവണം ആ ഫോട്ടോ. അപ്പു നിറമിഴി ഉയർത്തി അവനെ നോക്കി. എനിക്ക് തെറ്റിപ്പോയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായോ അപ്പു? ഈ ഫോട്ടോ എൻ്റെ 9ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടതാണ്. അന്ന് ഇതിന് വലിയ മങ്ങലൊന്നുമില്ല. അപ്പോഴേ ഞാൻ എൻ്റെ നെഞ്ചിൽ പതിപ്പിച്ചു വെച്ചതാണ് ഈ മുഖം. എന്തിനെന്നോ, എന്നെങ്കിലും നേരിൽ കണ്ട എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കാൻ. അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. ക്ഷമിക്കില്ലേ കാശിയേട്ടാ, ഇനി ഒരുപാട് ദിവസം കാത്തിരിക്കേണ്ട. ഇന്ന് ഈ ഒരു രാത്രി കൂടെ കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാൻ പറ്റും. എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. കാശിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് എങ്കിലും അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് നെഞ്ചിനെ നനയിക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. കരയല്ലേ കാശിയേട്ടാ, ആരില്ലെങ്കിലും അപ്പു ഇല്ലേ കൂടെ? പിന്നെ എന്തിനാ കരയുന്നേ? അവൻ്റെ മുഖം ബലമായി പിടിച്ചെടുത്ത് കൈകളാൽ ഇരു കവിളിലും പൊതിഞ്ഞു പിടിച്ച് എത്തി കുത്തി നിന്ന് മുഖത്ത് ആകെ ചുംബിച്ചു അപ്പു. ഇല്ല, കരയില്ല, ഒരിക്കലും കരയില്ലെന്ന് പണ്ടെപ്പോഴോ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഞാൻ. പക്ഷേ ഇന്നലെ എന്നെ കണ്ടിട്ടും ഒരു മാറ്റവുമില്ലാതെ അവർ അഭിനയിച്ചത് ഇന്ന് ഈ ഫോട്ടോ ഒരിക്കൽ കൂടെ കണ്ടപ്പോൾ ഓർത്തുപോയി ഞാൻ. അവർക്ക് എങ്ങനെ എന്നെ കണ്ടപ്പോൾ അറിയാത്ത മട്ടിൽ അഭിനയിക്കാൻ പറ്റിയപ്പോ? ആ ഫോട്ടോയിൽ കാണുന്ന അച്ഛൻ്റെ അതേ മുഖം തന്നെയല്ലേ എനിക്കും? അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു നിന്നുകൊണ്ട് പിടയുന്ന ഹൃദയത്തോടെ അവൻ ചോദിച്ചു. കാശിയേട്ടൻ്റെ എല്ലാ സംശയങ്ങളും നാളെ തീരും. ഇന്നൊരു രാത്രി സമാധാനമായിട്ട് ഇരിക്കുക. വാതിലടച്ച് കുറ്റിയിട്ട് അവൻ്റെ കൈ പിടിച്ച് വീടിനുള്ളിൽ കൊണ്ടുപോകുമ്പോൾ അപ്പു ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു.